വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഗാർഡൻ ടൂറാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറാണ്. അവിടെ ഞാൻ ഇത് കണക്ക് ഷൂ റാക്കിനകത്ത് ആർട്ടിഫിഷ്യൽ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് കുറച്ച് പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്തിട്ടോ. നമ്മുടെ സിങ്കോണിയവും അരേക്കപ്പാവും മണി പ്ലാന്റും ഒക്കെയാണ്. അപ്പോൾ ഈ മണി പ്ലാന്റ് ഞാനിങ്ങനെ വോളിലൂടെ ഇങ്ങനെ പടർത്തി വിട്ടേക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക്. പിന്നെ അതാ ഇവിടെ 2 ക്യൂട്ട് കോക്കനട്ട് പ്ലാന്റേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതായി ഒരു ക്ലേ ബേർഡും ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളത്, കുറേ നാളായുള്ളതാണ് ചെയ്തിട്ട്. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. അതിനകത്ത് ഞാൻ നമ്മുടെ ഫിലോഡെൻഡ്രോണും അഗ്ലോണിമയും സിങ്കോണിയൊക്കെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ വിൻഡോ സൈഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തോനെ ഞാൻ സിങ്കോണിയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ ബോക്സൊക്കെ നമ്മുടെ സ്വീറ്റ് ബോക്സ് ഒക്കെ ഇല്ലേ, അത് പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ DIY ആ പരിപാടിയാണ് ഫുള്ള്. പിന്നെ ഈ ക്ലേ വെച്ചിട്ട് നമ്മുടെ ഗണപതി ഇലയൊക്കെ ചെയ്തെടുത്തേക്കാണ് കേട്ടോ. പിന്നെ അതാ നമ്മുടെ ഒരു കിളിക്കൂടുണ്ട്. ഇത് ഫുള്ള് DIY നമ്മുടെ പഴയ കമ്പും കൊളിയും എല്ലാം വെച്ച് ചെയ്തതാണ്. പിന്നെ ഈ കാണുന്ന നമ്മുടെ മെയിൻ ഗാർഡനാണ് കേട്ടോ. ഇവിടെ ഇച്ചിരി ഭംഗിയായിരുന്നു കുറച്ച് മുമ്പ് കാണാനായിട്ട്. പക്ഷേ നമ്മുടെ ഈ ആടുകളും പിന്നെ ഈ ഡോഗ്സും ഒക്കെ വന്നിട്ട് ഫുള്ള് ചെടിയൊക്കെ നശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫെൻസ് ചെയ്തപ്പോഴത്തേക്കിനും ഇതിൻ്റെ ഭംഗി അങ്ങ് പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ഇവിടെ ഡോറ് കയറി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു മഞ്ഞ കളറിൽ സംഭവം ചെയ്യുന്നുണ്ടാവും. ഞാനൊരു ഫെയറി ഹൗസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ മഴയായത് കാരണം നമ്മുടെ ടർട്ടിൽ വൈനൊക്കെ വല്ലാണ്ട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറിയിട്ട് ആ ഫെയറി ഹൗസൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് ശരിയാക്കണം. പിന്നെ അതായി കാണുന്നത് നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് തുളസിത്തറ കണക്ക് ചെയ്തതാണ്. പിന്നെ ആർച്ച് പോലെ ആക്കിയിട്ട് അതിനകത്ത് ശംഖുഷ്കമാണ് കേട്ടോ പടർത്തി ഇട്ടേക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു പഴയ വുഡ്, അതിനകത്ത് കുറച്ച് 2-3 ചിരട്ടയൊക്കെ അടിച്ചിട്ട് ഒരു പ്ലാന്റേഴ്സ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന മങ്കി പ്ലാന്റേഴ്സൊക്കെ നമ്മുടെ പഴയ ചിരട്ടയൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ. ആ ഫെയറി ഡോറും എല്ലാം ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റാണ് എൻ്റെ ഗാർഡനിൽ മൊത്തം ഉള്ള ഐറ്റംസ് എല്ലാം. പിന്നെ കുറച്ച് പോട്ട്സൊക്കെ ഈ വൈറ്റ് പോട്ട് അതൊക്കെ ഞാൻ അല്ലാണ്ട് വാങ്ങിയതാണ്. പിന്നെ ഈ ഒരു സ്ക്വയർ ബോക്സ് ഒക്കെ ഇല്ലേ, ആ പോട്ട് അതൊക്കെ നമ്മുടെ പഴയ ചായക്കപ്പില്ലേ അതിൻ്റെ തെർമോക്കോളാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡ് നമ്മളൊരു വിൻഡോ വെച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, പഴയ വിൻഡോ. പിന്നെ ഈ വോളിൽ പ്ലേസ് ചെയ്തേക്കുന്ന ആ ഒരു ഇതില്ലേ, ഒരു വൈറ്റ് പോട്ട്, അത് നമ്മുടെ കംഫർട്ട് ബോട്ടിൽ കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന നമ്മുടെ ഈ വുഡൻ പീസ്, പിന്നെ ആ ഒരു കിളിക്കൂടെല്ലാം ഞാൻ നമ്മുടെ ചിരട്ടയും ചെയ്തതാണ്. പിന്നെ ഈ കാണുന്നതും ഇതേപോലെ നമുക്ക് എവിടുന്നോ കിട്ടിയൊരു വുഡൻ പീസാണ് കേട്ടോ. അതിൽ ഞാനിങ്ങനെ താഴെ ടയറൊക്കെ വെച്ചിട്ട് പ്ലാന്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്തേക്കാണ്. പിന്നെ അതിനകത്ത് നമ്മൾ ഫേണും പിന്നെ നമ്മുടെ ടട്ടിൽ വൈനൊക്കെയാണ് തോനയും വെച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ ആ ഒരു ടയറാണ് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ മേളിൽ ആ വുഡൻ്റെ ആ ഒരു സംഭവങ്ങൾ ഞാൻ കുറേ എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേയൊക്കെ ഇളകി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണിത് ഞാൻ ചെയ്തിട്ട് കുറേ നാളായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊരു വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊക്കെ ഞാൻ തോന്നിയത് ഡീറ്റെയിൽ ആയിട്ട്. ഞാൻ നേരത്തെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വേറെയും കുറച്ച് പ്ലാന്റ്സൊക്കെ അതിനകത്ത് കുറേ വെച്ചിട്ടുണ്ട്. ഫിലോഡെൻഡ്രോണും അഗ്ലോണിമയും എല്ലാം വെച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. പിന്നെ അതാ ഇത് എൻ്റെ ലോട്ടസുകളാണ് കേട്ടോ. ഇതിനകത്ത് ജാപ്പനീസ് ഓറഞ്ചുണ്ട്, ബോങ്ക്വേറ്റ് ഉണ്ട്, അമരിപ്പിയോണി ഉണ്ട്, പിന്നെ ഏതോ ഐഡിയ ഉള്ള ട്യൂബർ ഉണ്ട്, പിന്നെ ഒരു നമ്മുടെ പിങ്ക് ക്ലൗഡ് ഉണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഒറ്റ പൂവ് ഇട്ടുണ്ടായിട്ടില്ല കേട്ടോ. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് പൂ പിടിച്ച് കാണാൻ, ഒന്ന് പൂത്താൽ മതിയായിരുന്നു. പിന്നെ അതാ ഈ ഒരു തെർമോക്കോൾ പ്ലാന്ററിനകത്ത് ഞാൻ നമ്മുടെ പോട്ടുകൾ വെച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഫ്ലവർ ചെയ്തിട്ടുണ്ടേ. പിന്നെ ഈ കാണുന്നത് ഒരു തെർമോക്കോൾ തന്നെയാണ്. ഇവിടെ ഫുൾ എൻ്റെ റീസൈക്ലിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. നിങ്ങൾ ഈ താഴെ കാണുന്ന ഈ വൈറ്റ് പോട്ടില്ലേ, അത് നമ്മുടെ കൊച്ചു പിള്ളേർ സൈക്കിൾ ഉണ്ടല്ലോ അതിൻ്റെ സ്റ്റോറേജ് ബോക്സാണ് കേട്ടോ. അത് പിള്ളേർ പോലും അറിയാതെ ഞാൻ പെയിൻ്റ് അടിച്ചെടുത്തതാണ് ഗൈസ്. അപ്പോൾ എനിക്ക് തോനെയും ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റിൻ്റെ പരിപാടികളാണ് ഇഷ്ടം. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ എനിക്കിങ്ങനെ എവിടുന്ന് എന്ത് പോട്ട്സും എല്ലാം കിട്ടിയാലും കൊണ്ടുതരും കേട്ടോ. അങ്ങനെയാണ് ഓരോരുത്തർ കൊണ്ടുതന്ന പോട്ട്സാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്ന, പ്ലാസ്റ്റിക് പോട്ടല്ല. ഞാൻ അങ്ങനെ വാങ്ങിയത്, എനിക്ക് അങ്ങനെ വാങ്ങണ ഇഷ്ടമല്ല. പിന്നെ അത് കൊണ്ടുതരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ വെക്കാണ്ടിരിക്കുന്നത്. പിന്നെ അതാ ഇവിടെ ഫ്രണ്ടിൽ ഞാൻ ഒരു ആർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ക്ലൈംബിംഗ് റോസ് ആണ് പടർത്തി വിട്ടേക്കണം, പക്ഷേ അതങ്ങോട്ട് വളരുന്നില്ല. അപ്പോൾ അതിന് പകരം ഏതോ ഒരു വെജിറ്റബിൾ പടർന്നു വരുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തായാലും ഉപകാരമുള്ളതല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളർത്തി ഇങ്ങോട്ട് വിടുകയാണ്, പോകുന്നവരെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ വേറെ കുറച്ച് സിങ്കോണിയൊക്കെ ഈ ആ ടബിൻ്റെ സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിന് പറഞ്ഞ യൂഫോർബിയ അതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബാക്ക് സൈഡ് ബാൽക്കണിയാണ്. അവിടെ ഞാനൊരു ഫിഷ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇതേ കണക്ക് തോനെ എനിക്ക് കോക്കനട്ട് ഷെൽസിൻ്റെ പ്ലാന്റേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തോനെ എൻ്റെ വീട്ടിൽ ഇതാണുള്ളത്. പിന്നെ ഇവിടെ സൈഡിലൊക്കെ ഇതുമല്ല കംഫർട്ട് ബോട്ടിലൊക്കെയാണ് കേട്ടോ. കംഫർട്ട് ബോട്ടിൽ അല്ലാത്ത സ്വീറ്റ്സിൻ്റെ ബോക്സ് അതൊക്കെയാണ്. അപ്പോൾ അതെല്ലാം ഇതേപോലെ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടും അല്ലാണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭംഗിയായിട്ടിരുന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നമ്മുടെ പേരമരം ഫുള്ള് ചരിഞ്ഞ് വീണിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുറേ പോട്ട്സൊക്കെ നശിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഒക്കെ സെറ്റാക്കാനുണ്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇടാമേ. അപ്പോൾ ഞാൻ ഇനിയും കുറച്ച് പോർഷൻസിലൊക്കെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു തട്ടിക്കൂട്ട് ഗാർഡൻ ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബൈ.